ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് അവിൽ പുട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ രാവിലെ എണീറ്റ് വന്ന് നമ്മൾ കിച്ചണൊക്കെ തലേ ദിവസം തുടച്ചിട്ട് പോയാലും നമ്മളൊക്കെ ഒന്ന് തുടച്ചെടുക്കുമല്ലോ. അപ്പോൾ ഒക്കെ അത് ഒക്കെ ചെയ്തതിന് ശേഷം ചോറിന് അടുപ്പിലാണ് ചോറ് വെക്കുക. അപ്പോൾ കലം അടുപ്പിൽ വെച്ച് എന്നിട്ട് ഞാൻ തീയൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പോയിട്ട് എൻ്റെ ചെടിയൊക്കെ നനച്ച് വന്നതിന് ശേഷമാണ് നമ്മളെ പുട്ട് റെഡിയാക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവിൽ കിട്ടിയാൽ ഇനി ആരും അവിൽ കുഴച്ചെടുക്കുക മാത്രമല്ല നമുക്കതുകൊണ്ട് പുട്ട് റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഒന്ന് എങ്ങനെ ചെയ്യണതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് അവിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അവിലെടുത്തിട്ട് അത് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. തരി വരെ പൊടിച്ചാൽ മതി. നന്നായി ഫൈനായിട്ട് പൊടിക്കരുത്, തരി വേണം കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ചിരട്ടപ്പുട്ടാണ് റെഡിയാക്കണത്. തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പൊടി ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആയിട്ട് നമ്മൾ പുട്ട് റെഡിയാക്കണ പോലെ തന്നെ നമുക്ക് ചിരട്ടപ്പുട്ട് അവിൽപുട്ട് റെഡിയാക്കി എടുക്കുക. മറ്റേ പുട്ട് പിന്നെ ഇതിലും ചെയ്തെടുക്കട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇനി അവിൽ കിട്ടിയാൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. അവിലും പപ്പടവുമാണ് ഞങ്ങൾക്ക് ഇന്ന്. അപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.